ബിഗ് ബോസ് വീട്ടിൽ ലൈവിൽ ഡാൻസ് പ്രാക്ടീസ് ആണ്. വിഷു പ്രമാണിച്ച് എല്ലാവർക്കും ഡാൻസ് ചെയ്യാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. എല്ലാവരും ഡാൻസ് പ്രാക്ടീസിലാണ്. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നന്ദനയ്ക്ക് എന്തോ സ്റ്റെപ്പുകൾ കളിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പല സ്റ്റെപ്പുകൾ നന്ദനയ്ക്ക് കളിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്സരയും അതുപോലെ സിബിനൊക്കെയാണ് പഠിപ്പിക്കുന്നത്. സിബിനാണ് അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. സിബിൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ജാസ്മിൻ പെട്ടെന്ന് പറയാണ്, നിർത്ത് മോളെ, ഇങ്ങനെ കളിച്ചാൽ മതി, മറ്റാരും പറയുന്നത് ശ്രദ്ധിക്കേണ്ട എന്നുള്ള രീതിയിൽ അവിടെ ജാസ്മിൻ സംസാരിക്കാണ്. അത് കേട്ടപ്പോ സിബിന് ദേഷ്യം വന്നു. സിബിൻ പറഞ്ഞു, വല്ലാണ്ട് സ്റ്റാർ ആവാൻ നോക്കല്ലേ ജാസ്മിനെ എന്ന് അവിടെ സിബിൻ പറഞ്ഞു. അപ്പൊ ജാസ്മിനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് എന്നെ ഇങ്ങനെ ഹേർട്ട് ചെയ്യുന്നത്? എന്താണ് ഞാൻ അതിനെ മാത്രം പറഞ്ഞത്? ഞാൻ ആ കുട്ടിയുടെ അടുത്ത് കളിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുട്ടിക്ക് പറ്റുന്ന പോലെ കളിച്ചാൽ മതി എന്ന് പറഞ്ഞതല്ല, അല്ലാണ്ട് പിന്നെ ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാസ്മിൻ പിന്നെ അവിടെ പൊട്ടിത്തെറിക്കുകയും ഭയങ്കര സീനാവുകയും ഭയങ്കര കരച്ചിലും ബഹളവും ലഹളയും ഒക്കെ ആവുകയും ചെയ്തു. ആ സമയത്ത് ഗബ്രി പിന്നാലെ വരുന്നുണ്ട്, നമ്മുടെ റസ്മിൻ പിന്നാലെ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഈ സമയത്ത് അവനെ ചൂടാവേണ്ട ആവശ്യകതയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട്, ബിഗ് ബോസ് എന്നെയാണ് കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കാനായിട്ട് ഏൽപ്പിച്ചത്. എനിക്ക് സ്റ്റെപ്പ് പഠിപ്പിക്കാൻ അറിയാത്തതുകൊണ്ട് ഞാൻ അവനെ ഏൽപ്പിച്ചു എന്നേ ഉള്ളൂ. അത് വിചാരിച്ച് ഞാൻ എവിടെ സ്റ്റാർ ആവാൻ നോക്കിയെന്നാണ് പറയുന്നത്. സിബിൻ ഇങ്ങനെ പറയേണ്ട ആവശ്യം എന്തിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ജാസ്മിനോട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്തായാലും ജാസ്മിൻ അല്ലെങ്കിൽ തന്നെ 1 വീക്കായിട്ട് ഭയങ്കര വിഷമത്തിലാണ്. വൈൽഡ് കാർഡുകൾ വന്നപ്പോൾ പുറത്തുള്ള വിശേഷങ്ങളെല്ലാം അറിഞ്ഞതിൽ പിന്നെ ജാസ്മിൻ ഭയങ്കര വിഷമത്തിലാണ് നടക്കുന്നത്. എന്തായാലും ജാസ്മിൻ ഭയങ്കര കരച്ചിലും പിരിച്ചിലും ഒക്കെ ആയിട്ട് അവസാനം ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു ജാസ്മിനെ. ജാസ്മിൻ കൺഫെഷൻ റൂമിലിരുന്ന് സംസാരിക്കുകയാണ്. എന്തായാലും അവിടെ ഡാൻസിൽ നിന്നെല്ലാം മാറി പിന്നീട് ഒറ്റപ്പെട്ട് വന്നിരിക്കുന്ന ജാസ്മിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ജാസ്മിനും ഗബ്രിയും കൂടി മാറിയിരിക്കുകയാണ്. ബാക്കി എല്ലാവരും അവിടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ജാസ്മിനും ഗബ്രിയും അവിടെ ഞങ്ങൾ കളിക്കുന്നില്ല എന്നുള്ള മട്ടിൽ അവിടെ മാറിയിരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ ഇപ്പൊ ജാസ്മിൻ പെട്ടെന്ന് കയറിയിട്ട് അങ്ങനെ പറഞ്ഞത് സിബിൻ ഇഷ്ടപ്പെട്ടില്ല. സിബിൻ കഷ്ടപ്പെട്ട് അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ മോളെ മറ്റാരും പറയുന്നത് കേൾക്കണ്ട, ഇത് കേൾക്കുന്നു പറഞ്ഞ രീതിയിൽ ജാസ്മിൻ അവിടെ പറഞ്ഞു എന്നാണ് അപ്സര അവിടെ പറയുന്നത്. അപ്പൊ ജാസ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു ഫോൾട്ടായിട്ടാണ് അപ്സര അത് ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ജാസ്മിൻ ഇപ്പോൾ ആകെ കരച്ചിലും പിരിച്ചിലും ഒക്കെ ആയി അവിടെ ഒറ്റയ്ക്ക് മാറിയിരിപ്പുണ്ട്.